ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കണിമംഗലം കാരമുഖ ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. വരാക്കര വാളിപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നെ അപമാനിച്ചതിന്റെ പ്രതികാരമായാണ് ഷീല സണ്ണിയെ കേസിൽ കുടുക്കാൻ കാരണമെന്ന് ലിവിയയുടെ കുറ്റസമ്മതമൊഴി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവിറച്ചി ശാസ്ത്രീയ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞ സംഭവം. 39 ദിവസം ജയിലിൽ കിടന്ന ചുമട്ടുതൊഴിലാളി നിയമ നടപടികളിലേക്ക്. പാവറട്ടിയിലെ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിൽ പൂട്ടുപൊളിച്ച് മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. 500-ലേറെ കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1, 15, 16 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. ചെറുകിട മത്സ്യ കച്ചവടക്കാർ ഈ റോഡാണ് ചേറ്റുവ ഹാർബറിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ ഉപയോഗിക്കുന്നത്. വെള്ളക്കെട്ട് മൂലം ചെറിയ വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാണ്. ഈ റോഡിന് സമീപമുള്ള വീടുകൾക്ക് ചുറ്റുഭാഗവും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴ തുടർച്ചയായി പെയ്യുന്നതുമൂലം വെള്ളക്കെട്ട് കൂടിക്കൂടി വരികയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പകർച്ചവ്യാധികൾ ഭയന്നാണ് കഴിയുന്നത്. ദുരിതം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 3-4 വർഷത്തോളമായി ഈ വെള്ളക്കെട്ടിലാണ്. ഈ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എന്നിവർക്ക് ഞാൻ കഴിഞ്ഞ വർഷം പരാതി കൊടുത്തതാണ്. ഇതുവരെ അതിൻ്റെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. വളരെ നിർഭാഗ്യകരമാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഗൗരവപൂർവ്വം എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. നെട്ടിശ്ശേരിയിൽ മരം വീണ് വീടിന്റെ അടിത്തറ തകർന്നു. നെട്ടിശ്ശേരി ഊത്തപ്പള്ളി വിഷ്ണുവിന്റെ വീടാണ് തകർന്നത്. നെട്ടിശ്ശേരി ക്ഷേത്രത്തിന് പുറത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്തുള്ള വലിയ മാവാണ് കനത്ത മഴയിൽ കടപുഴകിയത്. മരത്തിന്റെ വേരുകൾ വീടിനുള്ളിലായിരുന്നു. മരം വീണതോടെ വേരുകൾ ഇളകിയതാണ് ഒരു മുറിയുടെ അടിത്തറ തകർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും മരം മുറിച്ചുമാറ്റാൻ നടപടിയെടുത്തില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. എളവള്ളി വഞ്ചിക്കടവ് റോഡ് പൂർണ്ണമായും വെള്ളത്തിലായതോടെ ഗതാഗതം സ്തംഭിച്ചു. തൈക്കാട്ടിൽ ഡേവിസിന്റെ നിർമ്മാണം നടക്കുന്ന വീടിന് കേടുപാട് പറ്റി. എളവള്ളി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ആഴം കൂട്ടി ബണ്ട് കെട്ടാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കണിമംഗലം പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രകുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഇടുക്കി സ്വദേശി നെല്ലാംകുടി വീട്ടിൽ 23 വയസ്സുള്ള ബിറ്റു ആണ് മരിച്ചത്. ചിയാരത്തെ ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ബിറ്റു. ഫയർഫോഴ്സ് എത്തി യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. അതേസമയം +1 പ്രവേശന നടപടികൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വരാക്കര വാളിപ്പാടത്ത് വ്യാപക നാശനഷ്ടം. 5 വൈദ്യുതി തൂണുകളും തെങ്ങും മരങ്ങളും മറിഞ്ഞു വീണു. നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം പ്രിൻസ് അരിപ്പാലത്തുകാരന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് റോഡിലേക്ക് വീണ മരങ്ങൾ നീക്കിയത്. KSEB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. മേഖലയിലെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സിന്റെയും വാർഡ് കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണിയുടെയും നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ്
കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത്. ഇതേ തുടർന്ന് 11 kV ലൈനിലെ കമ്പികൾ പൊട്ടിവീണു. സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡിന് ഇരുവശത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏതു സമയവും 11 kV ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യമുള്ള ചൊക്കന, കാരിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര ചൊക്കന 11 kV ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്ലിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV കൊടകര. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പ്രതിഷേധ സമരം നടത്താനെത്തിയ CPM പ്രവർത്തകരും പ്രദേശവാസികളുമായി പ്രദേശത്ത് വാക്കുതർക്കമുണ്ടായി. മഴക്കാലം ആരംഭിച്ചാൽ കുന്നിടിച്ചിൽ ഭീഷണിയും വെള്ളം കയറൽ ദുരിതവുമായി കാലങ്ങളായി മാപ്രാണം വാതിൽമാടം പ്രദേശം ദുരവസ്ഥയിലാണ്. കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിൽ തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഇവിടെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. UDF ഭരണസമിതിക്ക് നിരന്തരം പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ ലേഖ ഷാജൻ പറയുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ CPM പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ വീണ്ടും സമരം നടത്താനെത്തിയ പ്രവർത്തകരോട് പ്രദേശവാസികളായ ചിലർ വിഷയത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ലെന്ന് പറഞ്ഞ് എതിർക്കുകയായിരുന്നു. എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നഗരസഭാ ഭരണത്തോടുള്ള പ്രതിഷേധമാണ് നടത്തുന്നതെന്ന നിലപാടിൽ CPM പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയും സമരം നടത്തുകയും ചെയ്തു. ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ CC ഷിബിൻ, CM സാനി, MS സഞ്ജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ഇരിങ്ങാലക്കുട. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു. ഷീലയുടെ സ്കൂട്ടർ വാങ്ങിയെടുത്ത ശേഷമാണ് സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്നുകൾ നിക്ഷേപിച്ചത്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു. കുറ്റകൃത്യത്തെക്കുറിച്ച് നാരായണദാസിനോട് അല്ലാതെ മറ്റാരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘ തലവൻ DYSP VK രാജു പറഞ്ഞു. നാരായണദാസിനെയും ലിവിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവിറച്ചി സർക്കാർ ലാബിലെ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞതോടെ 39 ദിവസം ജയിലിൽ കിടന്ന ചാലക്കുടിയിലെ ചുമട്ടുതൊഴിലാളി സുജേഷ് നിയമ നടപടികളിലേക്ക് കടന്നു. FIR റദ്ദാക്കൽ, നഷ്ടപരിഹാരത്തിന് കേസ് നൽകൽ എന്നിവയ്ക്കാണ് നീക്കങ്ങൾ ആരംഭിച്ചതെന്ന് സുജേഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണുപ്രസാദ് പറഞ്ഞു. കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും ലഭിക്കുന്ന മുറയ്ക്ക് കേസ് റദ്ദാക്കലിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. തുടർന്ന് നഷ്ടപരിഹാരത്തിനുള്ള കേസും ഹൈക്കോടതിയിലായിരിക്കും നൽകുക. നടപടിക്രമത്തിന്റെ ഭാഗമായി പിന്നീട് കേസ് കീഴ്ക്കോടതിയിലേക്ക് മാറ്റും. 2024 നവംബർ 30 പേരാമ്പ്രയിലെ ജോബിയുടെ വീട്ടിൽ നിന്നും ചാലക്കുടി DYSPയുടെ സ്ക്വാഡ് മാംസം കണ്ടെടുക്കുകയായിരുന്നു. മ്ലാവിന്റെ ഇറച്ചിയാണെന്ന് ധരിച്ച ഇവർ വനപാലകരെ വിളിച്ചു വരുത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ജോബിയും സുജേഷും അടക്കം 6 പേരെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജിയിൽ പരിശോധന നടത്തിയതിന്റെ ഫലം 4 ദിവസം മുൻപ് പുറത്തു വന്നപ്പോഴാണ് കേസിലെ തൊണ്ടി മുതൽ പശുവിന്റെ മാംസമാണെന്ന് വ്യക്തമായത്. പാവറട്ടിയിലെ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിൽ പൂട്ട് പൊളിച്ച് മോഷണം. അബ്ദുൾ സമദിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. വാതിലിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാര കുത്തി തുറന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപയും ഇസ്തിരിപ്പെട്ടിയും കവർന്നു. കടയുടമയുടെ പരാതിയിൽ പാവറട്ടി പോലീസ് കേസെടുത്തു. തൃക്കൂർ ചെമ്പംകണ്ടത്ത് മധ്യവയസ്കനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവുന്തറ സ്വദേശി ചിത്തകുടം വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി കാഞ്ഞിരപ്പള്ളി സ്വദേശി മുണ്ടോളി വീട്ടിൽ ബിജു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചെമ്പംകണ്ടത്ത് ബിജു ലീസിനടുത്ത് നടത്തുന്ന കോഴിഫാമിന്റെ സ്ഥലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമേശിനോട് വീട്ടുവാടക ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ രമേശിനെ റിമാൻഡ് ചെയ്തു.
സംസ്ഥാനത്ത് ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്ന ജില്ലയായി തൃശൂർ റൂറൽ പോലീസ് മാറി. ശരാശരി ഒരു ദിവസം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വേഗത്തിലും സുഗമമായും സേവനം ലഭ്യമാക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് നടത്തിയ ഫലപ്രദമായ നടപടികളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. പാസ്പോർട്ട് വെരിഫിക്കേഷനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അവർക്ക് നിരന്തരമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ഈ നേട്ടം കൈവരിക്കാൻ കാരണമെന്ന് റൂറൽ SP പറഞ്ഞു. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് മരണമടഞ്ഞ സിനീഷിന്റെ മൃതദേഹം കുറ്റിച്ചിറയിലെ വൈലാത്ര ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഞായറാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും അടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. DMO, RDO എന്നിവരും സ്ഥലത്തെത്തി. വെള്ളിയാഴ്ചയാണ് സിനീഷ് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് അനസ്തേഷ്യ നൽകിയത്. തുടർന്ന് ആരോഗ്യനില വഷളാവുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തു. തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്ന് സിനീഷിന്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഴയന്നൂരിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്താലംകുന്ന് വീട്ടിൽ 62 വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സംഭവം. എളനാട് ഭാഗത്തു നിന്ന് പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടം സംഭവിച്ചത്. തോട്ടുപാലത്തിന് സമീപം നടന്നുവരികയായിരുന്നു ഗംഗാധരൻ. സാരമായി പരിക്കേറ്റ ഗംഗാധരൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പാവറട്ടി മനപ്പടിക്ക് സമീപം പൊതുമരാമത്ത് റോഡിന് നടുവിലെ വലിയ ഗർത്തം യാത്രക്കാർക്ക് അപകടക്കെണിയായി. മനപ്പടിയിലെ റോഡിൽ മാസങ്ങൾക്ക് മുൻപ് അമർദ്ദ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പോയിരുന്നു. പൈപ്പ് പൊട്ടി വെള്ളം പോയിരുന്ന ഭാഗത്തെ ചോർച്ച അടച്ച സ്ഥലത്താണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. മനപ്പടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലെ വലിയ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാവുക പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റിരുന്നു. പാവറട്ടി മനപ്പടി റോഡിലെ അപകടങ്ങൾ പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എളവള്ളി എടക്കളത്തൂർ റോഡിലെ മണക്കടപ്പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള കർഷക സംഘം എളവള്ളി മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മണക്കടപ്പാലം യാഥാർത്ഥ്യമായാൽ എളവള്ളി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക യന്ത്രസാമഗ്രികളും മറ്റും സുഗമമായി കൊണ്ടുവരുന്നതിനും ഏറെ സൗകര്യപ്രദമാകും. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം VV ഗംഗാധരൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MR രജിതൻ അധ്യക്ഷത വഹിച്ചു. എളവള്ളി മേഖലയിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത PP മോഹനനെ PR പുഷ്കരൻ സ്മാരക അവാർഡ് നൽകി ആദരിച്ചു. നടത്തറ പഞ്ചായത്തിൽ നിന്ന് CPI AIYF പ്രവർത്തകർ BJPയിൽ ചേർന്നു. CPI ലോക്കൽ കമ്മിറ്റി അംഗം ഓമന ഭാഗ്യനാഥിന്റെ നേതൃത്വത്തിലുള്ള 12 പേരാണ് BJPയിൽ ചേർന്നത്. ഒല്ലൂരിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവർക്ക് അംഗത്വം നൽകി. BJP ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ പ്രഭാരി MB ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുകുലം പബ്ലിക് സ്കൂളിൽ SSLCയിലും +2വിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മെമന്റോകളും നൽകി ആദരിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുകുലം സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ PV ഷാജി, പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി, ട്രഷറർ അഡ്വക്കേറ്റ് രഘുനാഥ്, ജോയിന്റ് സെക്രട്ടറി MK ശിവദാസ്, വൈസ് പ്രിൻസിപ്പൽ KV ബിന്ദു, സ്പോൺസർമാരായ ഡോക്ടർ ഇന്ദുധരൻ, TA സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ
പൈലറ്റ്, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ദേശീയ അവാർഡ് നേടിയ ആട്ടം സിനിമയിലെ കലാകാരൻ മദൻകുമാർ തോന്നക്കോട്ടിലിനെ ചൂലന്നൂർ മയൂരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹോപകാരം നൽകി അനുമോദിച്ചു. മദൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ആർ പ്രദോഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി ശിവദാസൻ, റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സി ജയന്തിവാസൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ 6ാം വാർഷിക പൊതുയോഗവും കുടുംബസംഘവും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് PK പ്രകാശൻ അധ്യക്ഷനായിരുന്നു. സംഗമം സെക്രട്ടറി അനിത അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ S സുജ, D സ്വയംപ്രഭ, സംഗമം ജോയിന്റ് സെക്രട്ടറി PS സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് M ജയേഷ് കുമാർ, M സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മരാജനും KG ജോർജും ഭരതനും ആഘോഷിക്കപ്പെടുമ്പോൾ അവരോളം പ്രതിഭാശാലിയായ മോഹനെ കേരളം മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്ന് സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. സംവിധായകൻ M മോഹന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പൗരാവലിയും മോഹൻ ഫൗണ്ടേഷനും സംഘടിപ്പിച്ച ദൃശ്യമോഹനം അനുസ്മരണ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കമൽ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ തന്റെ കലാപ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും നടത്താതെയാണ് മോഹൻ സിനിമകൾ ഒരുക്കിയതെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. ജനപ്രിയതയും കലാമൂല്യവും ഒരുമിച്ച് ചേർത്ത് മികച്ച സിനിമാ അനുഭവങ്ങൾ സൃഷ്ടിച്ച സംവിധായകനായിരുന്നു മോഹനെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. ടൗൺഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി. മോഹൻ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മന്ത്രി ആർ ബിന്ദുവും മോഹന്റെ ഭാര്യ അനുപമ മോഹനും ചേർന്ന് സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, സംവിധായകൻ പ്രേംലാൽ, പത്മരാജന്റെ മകനും കഥാകൃത്തുമായ അനന്തപത്മനാഭൻ, KB വേണു, സിജി പ്രദീപ്, മുൻ MLA KU അരുണൻ, U പ്രദീപ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ഇരിങ്ങാലക്കുട. ആമ്പല്ലൂർ NSS കരയോഗം സുവർണ ജൂബിലി ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ ചെയർമാൻ D ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, കരയോഗം സെക്രട്ടറി G കലാസാഗരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പെരിഞ്ഞനത്ത് നടന്ന ആദരം MLA TJ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഹംസ കൊണ്ടമ്പള്ളിക്ക് രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പുരസ്കാരം സമർപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് 1000 രൂപ വേതനവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. സിവിൽ സൊസൈറ്റി വിത്ത് ആശാവർക്കേഴ്സ് ചെയർമാൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി പൗരാവലി ചെയർപേഴ്സൺ ഷാഹിദ, ഡോക്ടർ അരുൺ കരിപ്പാൽ, AS ഹംസ, കോർഡിനേറ്റർ ബിജു ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കടിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. MV ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി K ബഷീർ, നിക്സൺ കാവീട്, PL ജോസഫ്, PC ഹൈദ്രോസ്, മുജീബ് റഹ്മാൻ, റംല സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഉണ്ടായിരുന്നു.
CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 10 സെന്റ് സ്ഥലത്ത് 6000 സ്ക്വയർ ഫീറ്റിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സംഘാടക സമിതി കൺവീനർ MA ഹാരിസ് ബാബു, ചെയർമാൻ PM അഹമ്മദ്, ട്രഷറർ അഡ്വക്കേറ്റ് BK ജ്യോതിപ്രകാശ്, KR സീത, TS മധുസൂദനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ക്യൂബ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിലെ ഫ്രീഡം ഹാളിൽ നടന്ന സദസ്സ് CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KM അലി, TB ദയാനന്ദൻ, വസന്ത വേണു, ഉണ്ണി വാർനാട്ട്, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് കുണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് ആദരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുണ്ടാടി മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, DCC സെക്രട്ടറി P. സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ ഗ്രാമോത്സവം കമ്മിറ്റി, എരുമപ്പെട്ടി ആക്സ് ബ്രാഞ്ച്, അമല RHTC എന്നിവർ ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് തറവിയത്തൂൾ ഇസ്ലാം മദ്രസാങ്കണത്തിൽ നടന്നു. ആക്സ് ജില്ലാ പ്രതിനിധി തമ്പി K. വർഗീസ്, ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് PT ഗോപി, സെക്രട്ടറി PK സുനിൽ, ട്രഷറർ KC മൊയ്തൂട്ടി, ആക്സ് പ്രസിഡന്റ് K. നാരായണൻ, സെക്രട്ടറി PP പത്മദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. INTUC ജനറൽ വർക്കേഴ്സ് യൂണിയൻ പന്നിത്തടം യൂണിറ്റിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PR ഗംഗാധരൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ TK ശിവശങ്കരൻ, VK രഘുസ്വാമി, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, യൂണിയൻ ലീഡർ OK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ എടുത്തിരുന്ന പല തൊഴിലുകളും ആദ്യമായി പ്രിയപ്പെട്ട അധികാരമാണ്. മിഷൻ ഫുഡ് ഫോർഡർ വാട്ടറിന്റെ ഭാഗമായി PG ഫോറസ്റ്റ് സ്റ്റേഷൻ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് മെമ്പറായ ജിതിൻ, PG ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ SV അഭിലാഷ് പള്ളിക്കുന്നത്ത്, ജണ്ടമുക്ക് EDC അംഗങ്ങൾ, പ്രദേശവാസികൾ, വിവേകാനന്ദ യുവശക്തി ക്ലബ് മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന SSF എരുമപ്പെട്ടി സെക്ടർ സാഹിത്യ ഉത്സവന് പഴവൂർ നജ്മുൽ ഹുദ മദ്രസയിൽ അരങ്ങുണർന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴവൂർ മഹല്ല് സെക്രട്ടറി PY അബുസാലി, അധ്യാപകനായ കണ്ണൻ നെല്ലുവായി, എരുമപ്പെട്ടി പ്രസ് ക്ലബ് അംഗം ഇബ്രാഹിം പഴവൂർ, അൽതാഫ് അദനി എരുമപ്പെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 3 കോഴികളെ വിഴുങ്ങുകയും 5 കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. പ്രശാന്തിന്റെ അമ്മ കോഴിക്കൂട് തുറക്കാൻ ചെന്നപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷ്റഫാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 10 അടിയോളം വലുപ്പമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കണിമംഗലം കാരമുക്ക് ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. വരാക്കര വാളിപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നെ അപമാനിച്ചതിന്റെ പ്രതികാരമായാണ് ഷീല സണിയെ കേസിൽ കൊടുക്കാൻ കാരണമെന്ന് ലിവിയയുടെ കുറ്റസമ്മതമൊഴി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവിറച്ചി ശാസ്ത്രീയ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞ സംഭവം. 39 ദിവസം ജയിലിൽ കിടന്ന ചുമട്ടുതൊഴിലാളി നിയമ നടപടികളിലേക്ക്. പാവറട്ടിയിലെ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിൽ കൂട്ടുപൊളിച്ച് മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.